നമ്മുടെ തലമുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അകാല നിരയാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. നിര വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിര വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നത്. നമുക്ക് ഒരു മാസത്തിലൊരിക്കലും ഒരു ഹെന്ന തലയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നിരക്കാതിരിക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ മുടിയൊക്കെ ഒത്തിരി നിരച്ചവരാണെന്നുണ്ടെങ്കിലും പേടിക്കാൻ നിൽക്കരുത്. ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒരു 90-100 വയസ്സിൽ നിരക്കാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഹെന്നയിൽ നമ്മൾ കെമിക്കൽ ഇല്ല എന്ന് 100% ഉറപ്പുവരുത്തുക. ക്വാളിറ്റിയുള്ള പൗഡർ മാത്രം തലയിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്, ഹെന്നയാണ്. എത്ര നിറച്ചവരുടെ മുടിയിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കളറിലേക്ക് മുടി മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹെന്ന നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാനും അതുപോലെ തലയിലെ ചൊറിച്ചിലില്ലാതാക്കാനും താരനില്ലാതാക്കാനും തലക്ക് നല്ല തണുപ്പ് കിട്ടാനും പിന്നെ നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് തലയെ സംരക്ഷിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മൾ ഹെന്ന ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ 100% നാച്ചുറലാണ്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ മൈലാഞ്ചി അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂർക്ക് ശേഷം നമ്മൾ കഴുകിക്കളയുക. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നീലാംബരി അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള അതിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത്. ഹെന്ന പൗഡർ നല്ല നിലവാരമുള്ളതും 100% നാച്ചുറലായത് മേടിക്കുക. പിന്നെ രാത്രി കട്ടൻ ചായയിൽ കൂട്ടി വയ്ക്കുക, അതിനകത്ത് ഇരുമ്പ് കണ്ടൻറ്റ് ഇടുക. അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെന്ന ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇനി അതിനൊന്നും മെനക്കെടാൻ നിൽക്കേണ്ട. നമ്മുടെ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, 100% നാച്ചുറലാണ്, ഹോം മെയ്ഡാണ്. ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം, 6 മാസം വരെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ ഹെന്ന ഇട്ടിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാഷ് ചെയ്ത് കളയുക. ആ സമയത്ത് നമ്മുടെ വെളുത്ത മുടിയൊക്കെ നല്ല റെഡ് കളറിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഇതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നീലാംബരി പൗഡർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നീലാംബരി ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെഹന്തിയുടെ ആ ഒരു പൾപ്പ്, അതായത് ഹെർബൽ മെഹന്തിയുടെ ആ ഒരു പൾപ്പിന് 200 ml 150 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. ഇതൊരു 3 തവണ എത്ര ഹെയറുള്ള ആളുകളിലും തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഫോൺ മെസ്സേജ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മളുടെ ഈ ഒരു നീലാംബരിയും ഹെന്നയൊക്കെ ചെയ്തതിന് ശേഷമുള്ള മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ കളർ ചേഞ്ച് ഇതേ കണ്ടില്ലേ, എത്ര നന്നായിട്ട് ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കി. അപ്പോൾ ഹെന്ന യൂസ് ചെയ്തിട്ട് കളർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഈ നമ്പറിലൊന്ന് വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസോൺ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ഹെയർ ടിപ്സുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇതൊരു പാക്കാണ്, ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ തലയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പൈസ ഒന്നും ചിലവാക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണ് ഈ ഒരു സംഭവം. ഇതുകൊണ്ട് മാത്രം നമുക്ക് ഹെയറിൽ നല്ലൊരു മാജിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് അകത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പഴമക്കാർ ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ഇത് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുണ്ടാവും നമ്മുടെ മുരിങ്ങയില. മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. നല്ല ചൂട് കഞ്ഞിയിൽ കുറച്ച് തേങ്ങയും ഇതുപോലത്തെ ഇല കഴുകി ഇട്ട് കൊടുത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇല ഇതുപോലെ കിള്ളിയെടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. നമ്മുടെ ഈ തണ്ടും നാരും ഒക്കെ കളഞ്ഞിട്ട് ഓരോ ഇലയും പിഴുതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് കഴുകിയെടുക്കണം. ചില പ്രാണികളൊക്കെ ഈ ഒരു ഇലയുടെ അടിയിൽ കൂട് കൂട്ടിയിട്ടുണ്ടാവണം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കളഞ്ഞ് നല്ല ശുദ്ധമായിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. ഞാൻ പറയുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മതി എന്നാണ്. കാരണം കഞ്ഞിവെള്ളത്തിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു മുരിങ്ങ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഒന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ കുറച്ച് സിൽക്കി ആകും കേട്ടോ. അപ്പോൾ എന്ത് പ്രൊഡക്റ്റും നമ്മൾ തലയിലേക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്.
അപ്പോൾ ഞാൻ നമ്മുടെ ആരീസ് ഹെയർ കെയർ ഹെർബൽ ഓയിൽ നന്ന് തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ തട്ടും തരിയൊക്കെ മുടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ കഴുകി കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഒരു തുണിയിലോ അരിപ്പയിലോ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ വരുന്ന 26 മുതൽ 31 വരെ 31-ാം തീയതി വരെ മെഗാ ഫാഷൻ ഡേയ്സ് നമ്മുടെ ആമസോണിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു പാൻറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ജീൻസാണ് കേട്ടോ. ഒരുപാട് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമുക്ക് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമാവില്ല ഡ്രസ്സ്, പക്ഷേ ഇത് നല്ല രസമുണ്ട്. രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ജീൻസ് നല്ലൊരു എന്താ പറയുക, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീൻസാണ്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് നമ്മുടെ ആലിയ ഭട്ട് ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കോട്ട് രൂപത്തിലാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമുക്ക് ലോങ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പോലെ ഉപയോഗിക്കാം, ടോപ്പ് പോലെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കോട്ട് രീതിയിൽ ഉപയോഗിക്കാം. ഈ സൈഡിൽ ഇങ്ങനെ ഒരു കെട്ടുണ്ട്. ഈ ഒരു കെട്ട് നമുക്ക് അഴിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കോട്ടായിട്ടും, ഇതുപോലെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൗണ് പോലെയും ടോപ്പ് പോലെയും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോട്ടിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യക്കാരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു മുരിങ്ങയിലയും കഞ്ഞിവെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു ഓയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ ഒരു ഓയിൽ മസാജ് ചെയ്ത ഹെയറിലേക്ക് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ തലയിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് പച്ചവെള്ളത്തിൽ കുളിക്കാം. ഷാമ്പൂ ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൈസയൊന്നും മുടക്കാണ്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല സിൽക്കിയും നല്ല ഡബിളും ആയിട്ടൊക്കെ മുടി വരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരി 7. താങ്ക് യു.